ഹായ് ഫ്രണ്ട്സ്, ഇനി പേജ് നമ്പർ 15 ബാക്കി ചോദ്യങ്ങൾ കൂടി ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37 ആൻഡ് സെവൻത്ത് ടേം 73. മൂന്നാം പദം 37ഉം ഏഴാം പദം 73മായ സമാന്തര ശ്രേണിയിലെ ആദ്യ 5 പദങ്ങൾ കണ്ടെത്തുക. ഒന്നാം പദം അറിയില്ല, രണ്ടാം പദം അറിയില്ല, മൂന്നാം പദം അറിയാം, എത്രയാണ്? 37. നാലാം പദം അറിയില്ല, അഞ്ചാം പദം അറിയില്ല, ആറാം പദം അറിയില്ല, ഏഴാം പദം അറിയാം, 73. ഇതിൽ ഈ ഓരോ ടേമിൻ്റെയും പൊസിഷൻസ് നോക്കാം. ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്. ഇനി ഈ സീക്വൻസ് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? പൊതുവ്യത്യാസം അറിയണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമാണ് ഡി സമം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ടേം ഡിഫറൻസ്, ഇതിൽ ഏതൊക്കെ ടേം നമുക്കറിയാം? 37 അറിയാം, 73 അറിയാം. അപ്പോൾ 73 മൈനസ് 37 ബൈ സ്ഥാനവ്യത്യാസം 7 മൈനസ് 3, 7 മൈനസ് 3, 73 37 പോയി കഴിഞ്ഞാൽ 36, 7 3 പോയാൽ 4, 6 ഹരിക്കണം 4, ഉത്തരം 9 കിട്ടി. പൊതുവ്യത്യാസം എത്രയാണിപ്പോൾ? 9. ഇനി ഈ ആദ്യത്തെ ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ടേം അറിയാം 37. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം രണ്ടാം പദം 37 9 കുറയ്ക്കുക, എത്ര കിട്ടും? 28. രണ്ടാം പദം കിട്ടി 28. ഇനി ഒന്നാം പദം കണ്ടുപിടിക്കാൻ ഒന്നാം പദം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം 28, അതിൽ നിന്ന് 9 കുറയ്ക്കുക, 19 കിട്ടും. ഫസ്റ്റ് ടേം കിട്ടി 19. ഇനി ഫോർത്ത് ടേം കാണാൻ വേണ്ടിയിട്ട് തേർഡ് ടേം കൂടെ 9 കൂട്ടിയാൽ മതി. ഫോർത്ത് ടേം തേർഡ് ടേം 37 പ്ലസ് 9 46. ഫോർത്ത് ടേം 46. ഫിഫ്ത്ത് ടേം ഫോർത്ത് ടേം 46 പ്ലസ് 9 55. ഫിഫ്ത്ത് ടേം 55. ചോദ്യം ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടെത്താനായിരുന്നു. 19, 28, 37, 46, 55. ഇനി ഈ ഭാഗത്തെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 15. The two terms in specific position of some arithmetic sequence are given below. Write the first 5 terms of each. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ഒന്നാമത്തെ ചോദ്യം, തേർഡ് ടേം 34, മൂന്നാം പദം 34, ആറാം പദം 67, സിക്സ്ത് ടേം 67. ആദ്യത്തെ 5 പദങ്ങളാണ് കണ്ടെത്തുന്നത്. ഒന്നാമത്തെ പദം അറിയില്ല, രണ്ടാമത്തെ പദം അറിയില്ല, തേർഡ് ടേം
34. ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം 67. നേരത്തെ പറഞ്ഞിരുന്നു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസിൽ ഏതൊക്കെയാണ്? 67 മൈനസ് 34 ബൈ തേർഡ് ടേമും സിക്സ്ത് ടേമുമാണ് പൊസിഷൻ. അപ്പോൾ 6 മൈനസ് 3 സമം 67 34 പോയി കഴിഞ്ഞാൽ 33 ബൈ 3 സമം 11. ഇനി ഈ ഓരോ ടേംസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊതുവ്യത്യാസങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ആദ്യത്തത് ഫോർത്ത് ടേം കാണാൻ 34 കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. 34 പ്ലസ് 11 45 കിട്ടും. ഫിഫ്ത്ത് ടേം കാണാൻ ഫോർത്ത് ടേം 45 പ്ലസ് 11 56 കിട്ടും. സെക്കൻഡ് ടേം കാണാൻ തേർഡ് ടേം 34, അതിൽ കോമൺ ഡിഫറൻസ് 11 കുറയ്ക്കുക 23. ഫസ്റ്റ് ടേം കാണാൻ സെക്കൻഡ് ടേം 23 മൈനസ് 11 12 കിട്ടും. ഇനി സീക്വൻസ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ടേം 12, സെക്കൻഡ് ടേം 23, തേർഡ് ടേം അറിയാം, ഫോർത്ത് ടേം 45, ഫിഫ്ത്ത് ടേം 56. രണ്ടാമത്തെ ചോദ്യം തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം 43, ഫോർത്ത് അറിയില്ല, ഫിഫ്ത്ത് അറിയില്ല, സിക്സ്ത് ടേം 76. കോമൺ ഡിഫറൻസ് കാണുക. ഡി സമം ടേം ഡിഫറൻസ് 76 മൈനസ് 43 ബൈ പൊസിഷൻ തേർഡും സിക്സ്തും ആണ് അറിയുക. 6 മൈനസ് 3 76 മൈനസ് 43 33 ബൈ 3. കോമൺ ഡിഫറൻസ് 11 കിട്ടും. ഇനി ഓരോ ടേമും കണ്ടുപിടിക്കുക. തേർഡ് ടേം അറിയുക. ഫോർത്ത് ടേം കാണാൻ 43 പ്ലസ് 11 54 കിട്ടും. ഫിഫ്ത്ത് ടേം 54 കൂടെ 11 കൂട്ടുക 65 കിട്ടും. ഈ സെക്കൻഡ് ടേം കാണാൻ രണ്ടാം പദം കാണാൻ വേണ്ടിയിട്ട് തേർഡ് ടേം അറിയാം 43, അതിന്ന് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 11 കുറയ്ക്കുക. അപ്പോൾ 32 കിട്ടും. ഫസ്റ്റ് ടേം കാണാൻ സെക്കൻഡ് ടേം അറിയാം 32, കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 11 കുറയ്ക്കുക 21 കിട്ടും. ഈ സീക്വൻസ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ടേം 21, സെക്കൻഡ് ടേം 32, തേർഡ് ടേം അറിയാം, ഫോർത്ത് ടേം 54, ഫിഫ്ത്ത് ടേം 65. ഇനി മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാം പദം 2, അഞ്ചാം പദം 3. 5 ടേംസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആദ്യം ഒന്നാമത്തെ പദം അറിയില്ല, രണ്ടാമത്തെ പദം അറിയില്ല, തേർഡ് ടേം 2, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം 3. കോമൺ ഡിഫറൻസ് കാണാം. ഡി സമം ടേം ഡിഫറൻസ് 3 മൈനസ് 2 ബൈ പൊസിഷൻ, ഇത് തേർഡ് ടേം, ഫോർത്ത് ഫിഫ്ത്ത് ടേം 5 മൈനസ് 3.
3 2 പോയാൽ 1, 5 3 പോയാൽ 2. കോമൺ ഡിഫറൻസ് എത്രയാണ്? അര. ഇനി ഈ ഓരോ സീക്വൻസിലും അര വെച്ച് കൂട്ടുക, അര വെച്ച് കുറയ്ക്കുക. അപ്പോൾ 2 കൂടെ അര കൂട്ടിയ സിമ്പിൾ 2.5. ഇവിടെ ആണെങ്കിലോ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 2 അര കുറച്ച 1.5, 1.5 അര കുറച്ച 1. സീക്വൻസിൽ ആദ്യത്തെ 5 പദങ്ങളാണ് വേണ്ടത്. ആദ്യത്തെ 5 പദങ്ങൾ 1, 1.5, 2, 2.5, 3 എക്സെട്ര. 4ാമത്തെ ചോദ്യം. 5ാം പദം 8, 9ാം പദം 10. ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കണം. 1ാമത്തെ പദം അറിയില്ല, 2ാമത്തെ അറിയില്ല, 3 അറിയില്ല, 4 അറിയില്ല, 5 അറിയാം. എത്രയാണ്? 8. 6ാമത്തെ ടേം അറിയില്ല, 7 അറിയില്ല, 8 അറിയില്ല, 9ാമത്തെ ടേം 10. ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടേം ഡിഫറൻസ് 10 - 8 ബൈ പൊസിഷൻ. ഇത് 5th ടേം, ഇത് 9th ടേം. പൊസിഷൻ ഡിഫറൻസ് 9 - 5. 10 8 പോയാൽ 2, 9 5 പോയാൽ 4. ഇനി ഒന്നും കൂടി വെട്ടി ചെറുതാക്കുമ്പോൾ 1 × 2 2, 2 × 2 4. അപ്പോൾ കോമൺ ഡിഫറൻസ് വരിക 1/2. കോമൺ ഡിഫറൻസ് 1/2 കിട്ടി. സീക്വൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 6th 7th 8th ടേം കണ്ടുപിടിക്കാൻ ഹാഫ് വെച്ച് ആഡ് ചെയ്യുക. 1 2 3 4th ടേം വരെ കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 5th ടേം അറിയാം 8. 8 കൂടെ അര കൂട്ടിയ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള അര കൂട്ടിക്കഴിഞ്ഞാൽ 8.5. ഇനി 8.5 കൂടെ അര കൂട്ടിക്കഴിഞ്ഞാൽ 9. 9 കൂടെ അര കൂട്ടിക്കഴിഞ്ഞാൽ 9 കൂടെ അര കൂട്ടിക്കഴിഞ്ഞാൽ 9.5. ഇനി ഈ ബാക്കിലെ ടേംസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th ടേം കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് സബ്സ്ട്രാക്ട് ചെയ്യുക. 8 അര കുറച്ച് കഴിഞ്ഞാൽ 7.5. 7 അര കുറച്ച് കഴിഞ്ഞാൽ 7. 7 അര കുറച്ച് കഴിഞ്ഞാൽ 6.5. 6 അര കുറച്ച് കഴിഞ്ഞാൽ 6. നമ്മൾ ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 6.5, തേർഡ് ടേം 7, 4th ടേം 7.5, 5th ടേം 8. ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യം. 5ാം പദം 7, 7ാം പദം 5. 1ാമത്തെ അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, 4th ടേം അറിയില്ല, 5th ടേം 7, 6th ടേം അറിയില്ല, 7th ടേം 5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് കോമൺ ഡിഫറൻസ്, ടേം ഡിഫറൻസ് 5 - 7 ബൈ പൊസിഷൻ. ഇത് 5th 7th. 7 - 5. 5 7 കുറയ്ക്കുമ്പോൾ -2, കാരണം ചെറുതെന്നാണ് കുറയ്ക്കുന്നത്, ബൈ 7 - 5 2. 2/2 1. ഒരു മൈനസിനേ ഉള്ളൂ, അതിടുക. അപ്പോൾ കോമൺ ഡിഫറൻസ് -1 ആയി. ഇനി ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഓരോ ടേമും കണ്ടുപിടിക്കാൻ ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ ബാക്കിലേക്കാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. ആദ്യം 4th ടേം കാണാം. 5th ടേം അറിയാം 7. അതിന്ന് കുറയ്ക്കുകയാണ്, മൈനസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? -1. അപ്പോൾ 7 - -1. മൈനസ് മൈനസ് പ്ലസ് 7 + 1 8. 4th ടേം 8. ഇനി തേർഡ് ടേം 3ാം പദം. 4th ടേം അറിയാം 8.
മൈനസ് കോമൺ ഡിഫറൻസ് -1. 8 മൈനസ് മൈനസ് +1 സമം 9. തേർഡ് ടേം കിട്ടി. സെക്കൻഡ് ടേം രണ്ടാം പദം തേർഡ് ടേം 9 മൈനസ് കോമൺ ഡിഫറൻസ് -1 മൈനസ് മൈനസ് പ്ലസ് 9 + 1 10. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം അറിയാം 10 മൈനസ് കോമൺ ഡിഫറൻസ് -1 10 + 1 സമം 11. ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടേം കിട്ടി 11, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 9, ഫോർത്ത് ടേം 8, ഫിഫ്ത്ത് ടേം ഓൾറെഡി ചോദ്യത്തിലുണ്ടായിരുന്നു 7 എക്സെട്ര. ഈ ഭാഗത്തെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.